നമസ്കാരം. കണ്ണൂരിനൊപ്പം അണിഞ്ഞൊരുങ്ങി മുന്നിലെത്താൻ തയ്യാറെടുക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളവും. അതിന് സംസ്ഥാന സർക്കാരിന്റെ പച്ചക്കൊടിയും ലഭിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കരിപ്പൂരിലെത്തും. വിമാനത്താവള വികസനത്തിനായി 2047 436 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ ലഭ്യമായിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന് സംയുക്ത പരിശോധനയ്ക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ സാങ്കേതിക വിദഗ്ധർ കൂടി ഉൾക്കൊള്ളുന്ന ടീം രൂപീകരിക്കുന്നതിന് എയർപോർട്ട് ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ 2023 ഒക്ടോബറിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായി 12.54 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറിയിരുന്നു. ഇതുകൂടാതെ റൺവേ ലീഡ് ഇൻലൈറ്റും സോളാർ പവേഡ് ഹസാർഡ് ലൈറ്റും സ്ഥാപിക്കുന്നതിനായി പള്ളിക്കൽ, ചേലമ്പ്ര, കണ്ണമംഗലം തുടങ്ങിയ വില്ലേജുകളിൽ നിന്നും 11.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സ്ഥല ഉടമകൾക്ക് ചില ആശങ്കകളുണ്ട്. ഇക്കാര്യം കൂടി പരിഗണിച്ചാകും സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. നിലവിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാർക്കായി കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ടെർമിനൽ ബിൽഡിംഗിൽ കൂടുതൽ റിസർവ്ഡ് ലോഞ്ചുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കോലാലംപൂർ, കോഴിക്കോട് കൊച്ചി അഗത്തി സർവീസുകൾ ആരംഭിച്ചു. ഇപ്രകാരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. യാത്രക്കാരുടെ സുരക്ഷിതത്വം, സൗകര്യം, മെച്ചപ്പെട്ട യാത്രാനുഭവം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനായി ആഗമന കവാടത്തിലും വെസ്റ്റിബ്യൂൾസ് ക്രമീകരിച്ചിട്ടുണ്ട്. 24 അധിക ചെക്കിംഗ് കൗണ്ടർ, പുതിയ ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയ എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ 32 എമിഗ്രേഷൻ കൗണ്ടറുകൾ, ഇന്റർനാഷണൽ അറൈവലിനായി കൂടുതൽ എസ്കലേറ്റർ നിർമ്മാണം, ഡൊമസ്റ്റിക് അറൈവലുകളിൽ കൂടുതൽ ലഗേജ് ബെൽറ്റുകൾ എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് എന്നും പി അബ്ദുൾ ഹമീദിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വി അബ്ദുറഹ്മാനാണ് മറുപടി പറഞ്ഞത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.